ഞാനില്ലേ എന്തെന്നറിയാ ആക്കുന്നത് മാച്ചിരുന്നില്ലേപ്പാ നമുക്ക് മിറ്റടിക്കാനുള്ള മാച്ച് വേണ്ടേ? എറിയാവ് അടിക്കാനും മിറ്റടിക്കാനുള്ള മാച്ച് വേണ്ടേ? അപ്പോലേ മാച്ചിരാലോ എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നത്. അപ്പോഴേക്കും ഇങ്ങനെ മടിയാവുന്ന നീരാൻ വേണ്ടിയിട്ട് കുറേ സമയമായി ഇരുന്നിട്ട്. അപ്പം എനിക്കോന്നി എന്താ പറയണ്ടേ, വീഡിയോ അടിച്ചേക്കാൻ തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ അടിക്കാൻ ചോദിച്ചു. പിന്നില്ലേ ഒരു കാര്യം പറയട്ടാ. എന്നെ ഇല്ലേ കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ടില്ലേ, എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാകുമ്പോലേപ്പാ അധികം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് കുറച്ച് പ്രായമില്ലവരാണ് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത്. അപ്പോലേ അവരെന്നെ പുറത്തുനിന്നെല്ലാം കണ്ടിട്ടാകുമ്പോൾ യോ മോളെ നമുക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിൻ്റെ വർത്താനെല്ലാം കേൾക്കാന്നെല്ലാം പറയലുണ്ട് ഇപ്പം. അപ്പോൾ അത് ഞാൻ അന്നും പറഞ്ഞിനി. പക്ഷേ ഇല്ലേ ഒരു കാര്യം, ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ പരിപാടി ഇങ്ങനെ ചെയ്യില്ലേപ്പാ. അപ്പം ഞാനില്ലേ ഈ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയലില്ലല്ലോ. ഞാൻ വിചാരിച്ചു അങ്ങനെ പറഞ്ഞുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടപ്പാ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെല്ലാം പറയലില്ലല്ലോ ഞാൻ. അപ്പോൾ ഇല്ല അവരോട് ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം, അവരെന്നോട് പറഞ്ഞു നിൻ്റെ വീഡിയോ ഒരിക്കൽ കണ്ടാൽ പിന്നെ കാണില്ല എന്ന് പറയുന്നത് എന്നോട്. പിന്നെ നിൻ്റെ വീഡിയോ കാണലേ ഇല്ലല്ലോ മോളെ, പിന്നെ എന്താ നീ വരാത്തത് പറഞ്ഞു. ഞാൻ പറയോ ഞാൻ എപ്പോഴും വരലുണ്ട്, ഇപ്പം നിങ്ങൾ കാണാത്തതുകൊണ്ടല്ലേ. അതില്ലേ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപ്പപ്പോയിക്കുന്നത് അതിൻ്റെ അങ്ങനെ പറഞ്ഞാലെന്ന്. അപ്പോലേ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വയസ്സായവരെല്ലാം ഇല്ലേ, അപ്പം അവർക്കൊന്നും അതൊന്നും അറിയൂല. അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ ഈ ടപ്പിയോട് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് അതും എന്തെന്ന് അറിയില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഈ സബ്സ്ക്രൈബ് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഈ അടിയിലൊരു വെള്ളം ഇങ്ങനെ റൗണ്ട് ഉണ്ടാവും. അപ്പം അതിലിങ്ങനെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലേ നിങ്ങൾക്ക്, അപ്പോൾ ഒരാൾ പറയും ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് അറിയാത്തതിന് ഇങ്ങനെ ഇങ്ങനെ ഡാന്ന് പോലെ ഒരു സാധനം ഉണ്ടാവും എഴുതിയിട്ട്. അതിനൊരിക്കൽ ഇങ്ങനെ മുട്ടിയാൽ മതി നിങ്ങൾ, അപ്പം അത് സബ്സ്ക്രൈബ് ആകും അടിയിൽ. അപ്പോലേ ആ വെളുത്തയിൽ ഒരു കറുത്ത ഈരം കൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ നിങ്ങൾ, അപ്പം അത് സബ്സ്ക്രൈബ് ആകും. അപ്പോലേ എൻ്റെ വീഡിയോ കാണാകുമ്പോൾ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ടപ്പാ. അപ്പം എപ്പോഴും കിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കേട്ടാ. അങ്ങനെ ചെയ്താൽ മതി. അപ്പം എല്ലാവരും ഇല്ല മറക്കാതെ ചെയ്യണം കേട്ടോ. അത് എന്നെ ഇഷ്ടമില്ല ഇപ്പം കേട്ടോ. എൻ്റെ ഇങ്ങനെ ഈ വർത്താനം കേൾക്കാൻ പാങ്ങില്ല. ഇപ്പം നമ്മളെ പോലത്തെ സാധാരണക്കാരെല്ലാം അവരെല്ലാം ഇങ്ങനെ ഭീഷണി കേൾക്കാൻ അങ്ങനെ പാങ്ങില്ലവർ ഉണ്ടാവൂലേപ്പാ. അപ്പോൾ അങ്ങനത്തെവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അങ്ങനെ അടിയിലത്തെ ഇത് ഞെക്കിയാൽ, ഇത് ഞാനില്ലേ എല്ലാവർക്കും പറയുന്നതല്ല കേട്ടോ. ഇങ്ങനെ പ്രായമായവരില്ലേ എന്നോട് 2-3 ആൾക്കാരായി അങ്ങനെ പറയുന്നത്, അവർക്ക് വേണ്ടി പറഞ്ഞത് കേട്ടാ. വേറെ ആരും ഒന്നും വിചാരിച്ചാറില്ല. എല്ലാവർക്കും എല്ലാം അറിയാപ്പാ. എനിക്കൊന്നും ഒന്നും അറിയേച്ചില്ല. ഞാൻ വെറും പൊട്ടനിപ്പം. ഇപ്പോഴാണ് ശരിക്കും നമ്മ എന്തെന്ന് ഈ ഫോണെല്ലാം കാണാൻ തുടങ്ങിയ പിന്നെ ഇതെല്ലാം അറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാ. അപ്പോൾ ഞാൻ മാറ്റി ഇരുന്നിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറേ ഉണ്ടാക്കുക തന്നെ മടിയാന്ന് നീരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോട്ടാ.